സമാനതകളില്ലാത്തൊരു രക്ഷാദൌത്യത്തിന് തലസ്ഥാന നഗരി സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും ദൈർഘ്യ രക്ഷാപ്രവർത്തനം കേരളം ഇതുവരെ കണ്ടിട്ടില്ല. ഇന്നുവരെ പരിചിതമല്ലാത്ത രക്ഷാദൌത്യത്തിൽ ഇപ്പോഴും പ്രതീക്ഷയോടെ എല്ലാ സേനകളും അതിന്റെ പരമാവധി സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിൽ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. ആമയിഴഞ്ചാൻ തോട്ടിലെ രക്ഷാപ്രവർത്തനത്തിനിടെ റോബോട്ടിക് ക്യാമറ ഒരു മനുഷ്യ ശരീരം കണ്ടതായി വിവരമുണ്ടായിരുന്നു. പക്ഷേ ആ പ്രതീക്ഷയും അസ്തമിച്ചിരിക്കുന്നത് മനുഷ്യ ശരീരമല്ല, മറ്റെന്തോ ആണെന്ന് അതിൻ്റെ അധികൃതർ ബന്ധപ്പെട്ടവർ അറിയിച്ചിരിക്കുന്നു. അങ്ങനെ രക്ഷാദൗത്യം അതിൻ്റെ പരമാവധിയിൽ 27 മണിക്കൂറും പിന്നിട്ട് രണ്ടാം ദിവസത്തിൽ പരിശോധന തുടരുകയാണ്. നമ്മുടെ പ്രതിനിധികൾ അവിടെ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നു. ആദ്യം ഷഫീദ് റാവുത്തറിലേക്കാണ് പോകുന്നത്. ഷഫീദ്, ഈ 27 മണിക്കൂറായി നമ്മുടെ ഈ രക്ഷാദൗത്യം തുടർന്നുകൊണ്ടിരിക്കുന്നു. 1-ാം പ്ലാറ്റ്ഫോമിനടുത്താണ് ജോയ് വീണത്. 1 തൊട്ട് 5-ാം പ്ലാറ്റ്ഫോം വരെയുള്ള അതിനടിയിലൂടെ ആമയഞ്ചാൻ തോട് ഒഴുകുന്നു. ഇത്രയും ദൂരം ഒരു 117 മീറ്റർ ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ദൂരത്തിൽ എത്ര ദൂരം നമ്മുടെ രക്ഷാദൗത്യ സംഘത്തിന് താണ്ടാനായിട്ടുണ്ട്? ഇനി അങ്ങോട്ടുള്ള പ്രധാനമായ നീക്കങ്ങൾ എന്തൊക്കെയാണ്? വിവരങ്ങൾ. ഇന്നലെ 10 മുതൽ തുടങ്ങിയ രക്ഷാദൗത്യം ഇപ്പോൾ സമയം 2:30 പിന്നിടുമ്പോഴും അതുപോലെ തുടരുകയാണ്. പ്രതീക്ഷാകരമായ വാർത്തകളൊന്നും വന്നിട്ടില്ലെങ്കിലും എല്ലാ സംവിധാനങ്ങളും ഉണർന്ന് അതിൻ്റെ പരമാവധി സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ മനുഷ്യശേഷി ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള രക്ഷാദൗത്യം തുടർന്നുകൊണ്ടിരിക്കുന്നു. 1-ാം പ്ലാറ്റ്ഫോമിനരികിലാണ് ജോയ് വീണത്. അവിടെ നിന്ന് 5-ാം പ്ലാറ്റ്ഫോം വരെയുള്ള ഒരു ടണലാണ്. ആ ടണൽ ഒരു 117 മീറ്റർ ദൂരമുണ്ട്. ഈ 117 മീറ്റർ ദൂരത്തുള്ള ടണലിനടിയിൽ, ആമയഞ്ചാൻ തോട് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ടണലിനടിയിൽ ജോയ് ഉണ്ട് എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോൾ പരിശോധന തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന് ടണൽ 1-ൽ നിന്ന് പ്ലാറ്റ്ഫോം നമ്പർ 1-ൽ നിന്നും അങ്ങോട്ടേക്ക് നീങ്ങാനുള്ള ശ്രമം നടക്കുന്നു. അതിനോടൊപ്പം ഈ 2-3 പ്ലാറ്റ്ഫോമുകളായുള്ള മാൻ ഹോളുകളിൽ ചെറിയ ദ്വാരങ്ങളിട്ട് അതുവഴിയും മാലിന്യങ്ങൾ നീക്കിയൊരു പരിശോധന തുടരുന്നു. അങ്ങനെ 2 കരയിൽ നിന്നും 2 വശത്തു നിന്നും സ്കൂബ ഡൈവിംഗ് ടീം അടക്കം പരിശോധന തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 60 മീറ്ററോളം ദൂരം നമ്മുടെ രക്ഷാദൗത്യ സംഘത്തിന് താണ്ടാനായിട്ടുണ്ട്. അതിനങ്ങോട്ടുള്ള ദൂരം കൂടി താണ്ടുക എന്നുള്ളതാണ് ഏറെ പ്രയാസകരം. അത്രത്തോളം പ്ലാസ്റ്റിക് അവിടെ കുന്നുകൂടിയിരിക്കുന്നു. ഒരു പ്ലാസ്റ്റിക്കിൻ്റെ മല എന്ന് പറഞ്ഞാൽ പോലും അതിൽ തെറ്റില്ല. ഈ ഒരു പ്ലാസ്റ്റിക് എന്നത് തന്നെയാണ്, അല്ലെങ്കിൽ ഈ മാലിന്യം തന്നെയാണ് ഈ രക്ഷാദൗത്യത്തിൽ ഏറ്റവും പ്രതിസന്ധിയായി തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും പുതുതായി വരുന്ന വിവരം, നേവിയുടെ സഹായമടക്കം തേടിയിരിക്കുന്നു. നേവി സംഘമടക്കം വൈകിട്ടോടുകൂടി രക്ഷാദൗത്യത്തിനെത്തും. അങ്ങനെ എന്തെല്ലാം സാധ്യമാകുമ്പോൾ അത്തരത്തിൽ എല്ലാ പോസിബിലിറ്റികളും ഉപയോഗിച്ചുകൊണ്ട് രക്ഷാദൗത്യം അതിൻ്റെ പരമാവധിയിൽ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ MG പ്രതീഷ് വിശദാംശങ്ങളുമായി ചേരുന്നു. പ്രതീഷ്, ഇപ്പോൾ ഈ നമ്മൾക്ക് അതായത് 2 ഭാഗങ്ങളിൽ നിന്നും സ്കൂബ ഡൈവിംഗ് ടീം അടക്കം ഒരു പരിശോധന തിരച്ചിൽ തുടരുന്ന ഏകദേശം 60 മീറ്ററോളം ദൂരം താണ്ടാനായി എന്ന് മനസ്സിലാക്കുന്നു. ഇനി അങ്ങോട്ടുള്ള ഒരു രക്ഷാദൗത്യത്തിന്റെ ആസൂത്രണം, പ്ലാനിങ് അതെങ്ങനെയാണ്? സുഹൈൽ, രക്ഷാപ്രവർത്തനം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. കാരണം ഉച്ചവരെ കഠിനമായ തിരച്ചിൽ പരിശോധനകൾ ഈ ആമയിഴഞ്ചാൻ തോട്ടിൽ നടത്തിയിരുന്നു. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെയും സ്കൂബ ടീം അംഗങ്ങളുടെയും സഹായത്തോടു കൂടിയാണ് ആ തിരച്ചിൽ നടത്തിയത്. പക്ഷേ കാര്യമായിട്ടുള്ളൊരു പുരോഗതി ഉണ്ടായില്ല എന്നതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യം. ഇടയ്ക്ക് ഈ റോബോട്ടിക് സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ ചില പരിശോധനകൾ നടത്തിയിരുന്നു. ആ ഘട്ടത്തിൽ ചെറിയ ഒരു സൂചനകൾ ലഭിച്ചിരുന്നു. അതായത് മനുഷ്യ ശരീരത്തിന്റെ ഭാഗം ഈ ക്യാമറയിൽ പതിഞ്ഞു എന്ന തരത്തിൽ ഇവർ ഒരു അപ്ഡേറ്റ് നൽകിയിരുന്നു. പക്ഷേ ഈ പല ഘട്ടങ്ങളിലായി പല ടീമുകളായി തിരിഞ്ഞ് സ്കൂബ ടീം അംഗങ്ങൾ ഈ ആമയിഴഞ്ചാൻ തോട്ടിലെ ടണലിനുള്ളിൽ പരിശോധന നടത്തിയെങ്കിലും അത്തരത്തിൽ ഒരു വസ്തു കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. പിന്നീട് ഫയർഫോഴ്സ് തന്നെ അത് മനുഷ്യ ശരീരമല്ല എന്ന് സ്ഥിരീകരിക്കുകയായിരുന്നു. ഇനി മറ്റ് സാങ്കേതിക സഹായങ്ങൾ കൂടി തേടിക്കൊണ്ടുള്ള തിരച്ചിലായിരിക്കും നടത്തുക. അത് ഈ കഴിഞ്ഞ ദിവസത്തെയും രാവിലത്തെയും അപേക്ഷിച്ച് ഈ ജലനിരപ്പ് താഴ്ന്ന ഒരു സ്ഥിതിയാണ് നിലവിൽ ആമയിഴഞ്ചാൻ തോട്ടിലുള്ളത്. അതുകൊണ്ട് തന്നെ ആർട്ടിഫിഷ്യലായി ഈ വാട്ടർ ലെവൽ ഉയർത്തിക്കൊണ്ടുള്ള രക്ഷാപ്രവർത്തനമായിരിക്കും ഇനി നടക്കുക. ഇതിനായി ഇറിഗേഷൻ വകുപ്പിന്റെ ഹൈ പവർ പമ്പുകൾ ഇവിടെ എത്തിക്കും. എന്നിട്ട് കൂടുതൽ പവറിൽ ഈ ജലം ഈ ടണലിലേക്ക് കടത്തിവിട്ടായിരിക്കും ഇനി തിരച്ചിൽ നടത്തുന്നത്. കാരണം ഈ ജലനിരപ്പ് താഴ്ന്നതോടുകൂടി തന്നെ ഈ മുങ്ങൽ വിദഗ്ധർക്ക് അകത്ത് കയറി പരിശോധന നടത്തുന്നതിന് തടസ്സമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വാട്ടർ ലെവൽ ഉയർത്തിയ ശേഷമായിരിക്കും അടുത്ത ഘട്ടത്തിലേക്ക് ഈ മുൻഭാഗത്ത് കൂടിയുള്ള തിരച്ചിൽ നടക്കുക. മറ്റൊന്ന്, ഈ നേരത്തെ ഉണ്ടായിരുന്ന ഈ 3-ാം പ്ലാറ്റ്ഫോമിലെ മാൻഹോളിലൂടെ ഇറങ്ങിയുള്ളൊരു പരിശോധന ഈ ഘട്ടത്തിൽ നടക്കുന്നുണ്ട്. കാരണം 50 മീറ്ററോളം ഈ മുൻഭാഗത്ത്, ടണലിന്റെ മുൻഭാഗത്ത് കൂടി ഈ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയിരുന്നു. ഇനി ഈ മറുഭാഗത്ത് കൂടി പരിശോധന നടത്താനാണ് തീരുമാനം. ഈ 2 ഭാഗങ്ങളിലൂടെയും പരിശോധന നടത്തി ഈ കാണാതായ ആളിലേക്ക് എത്താൻ കഴിയുമെന്നൊരു പ്രതീക്ഷയാണ് നിലവിൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ വച്ചു പുലർത്തുന്നത്. പക്ഷേ ഈ രക്ഷാപ്രവർത്തനത്തിന് തടസ്സമായി പല ഘടകങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഒന്ന്, വലിയ അളവിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന മാലിന്യം പ്രധാനപ്പെട്ട തടസ്സമായി മാറുന്നു. ഒപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ജലനിരപ്പ് താഴ്ന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രതിസന്ധികൾ മുന്നിൽ കണ്ടുകൊണ്ട് നേവിയുടെ സഹായം സർക്കാർ തേടിയിട്ടുണ്ട്.
നടത്തിയിട്ടുണ്ട്. കൊച്ചിയിൽ നിന്ന് അല്പസമയത്തിനകം തന്നെ നേവിയുടെ സംഘം ഈ തിരുവനന്തപുരത്തേക്ക് പുറപ്പെടും. വൈകിട്ടോടുകൂടി തന്നെ അവർ ആമയിഴഞ്ചാൻ തോട്ടിൽ രക്ഷാപ്രവർത്തനത്തിന് എത്തുമെന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. എന്തായാലും നിലവിൽ രാവിലെ മുതൽ വളരെ കാര്യക്ഷമമായ രീതിയിലാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. പല വകുപ്പുകളുടെയും ഏകോപനത്തോടു കൂടിയുള്ള രക്ഷാപ്രവർത്തനം ഇന്ന് നടന്നു. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ അത് നടന്നില്ല എന്നതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യം. കാരണം ആദ്യഘട്ടത്തിൽ പരസ്പരം പഴിചാരിയും ഇതിന്റെ ഉത്തരവാദിത്തം ആരേൽക്കുമെന്ന തരത്തിൽ വലിയ ചർച്ചകളും വാഗ്വാദങ്ങളും നടന്നിരുന്നു. ആ ഏകോപനം ഇന്ന് ഉണ്ടായി. ഇന്നലെ ഉണ്ടാകാതിരുന്ന ഏകോപനം ഇന്ന് ഉണ്ടായി എന്നതാണ് മറ്റൊരു ആശ്വാസകരമായ കാര്യം. എല്ലാ വകുപ്പുകളും എല്ലാ വിഭാഗങ്ങളും എല്ലാ സംവിധാനങ്ങളും ഏകോപനത്തോടു കൂടി ഇന്ന് രക്ഷാപ്രവർത്തനത്തിൽ മുന്നിൽ തന്നെ നിന്നു. പക്ഷേ പ്രതീക്ഷ തരുന്ന ഒരു വാർത്തകളോ സൂചനകളോ പുരോഗതികളോ നമുക്ക് ഈ നിമിഷം പങ്കുവയ്ക്കാൻ കഴിയുന്നില്ല എന്നതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. ഏകദേശം 30 മണിക്കൂറിലേക്ക് അടുക്കുകയാണ് ഒരു മനുഷ്യജീവൻ ഇവിടെ അകപ്പെട്ടിട്ട്. അതിൽ ഈ കാണാതെ പോയ മാരായിമുട്ടം സ്വദേശി ജോയി എവിടെയെന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല, ഒരു സൂചനയില്ല. അത്തരത്തിൽ രക്ഷാപ്രവർത്തനത്തിൽ നിർണായകമാകുന്ന ഒരു പുരോഗതിയും നിലവിൽ ഇവിടെ ഇല്ല. കാരണം ഇന്നലെ രാത്രി മുതൽ ഈ രക്ഷാപ്രവർത്തനത്തിന് കൂടുതൽ സഹായമാകുമെന്ന് കരുതിയാണ് ജെൻ റോബോട്ടിക് വിഭാഗം ഇവിടെ എത്തുകയും റോബോട്ടിക് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനകൾ നടത്തിയത്. പക്ഷേ ആ പരിശോധനകളൊക്കെ തന്നെ വിഫലമായി. അവർ ഇവിടെ നിന്ന് ഇപ്പോൾ ഈ പ്രധാനപ്പെട്ട, അതായത് ജോയി അകപ്പെട്ട സ്ഥലത്ത് നിന്ന് ഈ റോബോട്ടിക് വിഭാഗവും ഇവിടെ നിന്ന് മടങ്ങിയിട്ടുണ്ട്. നിലവിൽ ഫയർഫോഴ്സ് സംഘം ഒപ്പം NDRF സംഘമാണ് ഇവിടെ പരിശോധന നടത്തുന്നത്. സാധ്യമായ എല്ലാ വശങ്ങളും എല്ലാ രീതിയിലും അവർ തിരച്ചിൽ നടത്തുന്നുണ്ട്. പക്ഷേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മാലിന്യ പ്രശ്നം വളരെ വലിയ വെല്ലുവിളിയാണ് ഈ രക്ഷാപ്രവർത്തകർക്ക് ഉയർത്തുന്നത്. കാരണം ഈ ചെറിയ അളവിൽ ഇപ്പോൾ ഈ തോട്ടിലേക്ക് വെള്ളം ഉയർന്നു വരുന്നുണ്ട്. കാരണം വാട്ടർ ലെവൽ ഉയർത്തുക എന്നതാണ് ഇനി ചെയ്യാൻ പോകുന്ന, അല്ലെങ്കിൽ ഇനിയിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നടപടി. പക്ഷേ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും സുഹൈൽ. കാരണം ഈ ജലനിരപ്പ് ഉയരുമ്പോൾ അല്ലെങ്കിൽ ഈ തോട്ടിലേക്ക് വെള്ളം മുകളിൽ നിന്ന് വരുമ്പോൾ ആ വെള്ളത്തിൽ കൂടി വരുന്നതെല്ലാം അത്രത്തോളം മാലിന്യമാണ്. ചപ്പുചവറുകളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഇലക്ട്രോണിക് വേസ്റ്റുകളും ഉൾപ്പെടെ ഈ തോട്ടിലൂടെ ഇപ്പോഴും ഒഴുകി വരികയാണ്. അതായത് ഈ മുൻഭാഗത്ത് നേരത്തെ ഏറെക്കുറെ ഈ മാലിന്യം നീക്കം ചെയ്തിരുന്നു. അതായത് ടണല് തുടങ്ങുന്ന ഭാഗത്ത് മാലിന്യം നീക്കം ചെയ്തിരുന്നു. ഇപ്പോൾ ജലനിരപ്പ് ഉയർന്നു തുടങ്ങിയതോടുകൂടി തന്നെ വീണ്ടും മാലിന്യം വന്ന് അടിയുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ മാലിന്യ പ്രശ്നം എത്രത്തോളം ഒരു സാമൂഹിക വിപത്താണ് എന്ന് കാട്ടിത്തരുന്ന ദൃശ്യങ്ങൾ, മണിക്കൂറുകൾ ആണ് നമുക്ക് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ജോയിയെ ഇന്ന് തന്നെ കണ്ടെത്താൻ കഴിയുമെന്നൊരു പ്രതീക്ഷയാണ് നിലവിൽ രക്ഷാപ്രവർത്തകർ മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ ഈ അതിന് മുന്നിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ ആ രക്ഷാപ്രവർത്തനത്തിന് തടസ്സമായി നിൽക്കുന്ന പല ഘടകങ്ങളുണ്ട്. അതൊക്കെ തന്നെ ഭേദിച്ച് അതൊക്കെ മറികടന്ന് ജോയിലേക്ക് എപ്പോൾ എങ്ങനെ എത്താൻ കഴിയുമെന്ന ഒരു ഉത്തരം നമുക്ക് ഈ നിമിഷവും പറയാൻ കഴിയുന്നില്ല എന്നതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. എന്തായാലും നിലവിൽ അടുത്ത ഘട്ടത്തിലേക്ക്, അല്ലെങ്കിൽ അടുത്ത ഒരു ശ്രമത്തിലേക്ക് ഫയർഫോഴ്സും NDRF സംഘങ്ങളും തെരച്ചിലിലേക്ക് കടന്നിരിക്കുന്നതുപോലെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. അതിജീവന സാധ്യത വിരളമാണെങ്കിലും ജോയി തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിൽ, പ്രാർത്ഥനയിൽ തന്നെയാണ് എല്ലാവരും. ഇപ്പോൾ ഷഫീദ് റാവുത്തർ കൂടി ചേരുന്നു. ഷഫീദ്, റെയിൽവേ സ്റ്റേഷന് പിൻഭാഗത്തെ ടണൽ എക്സിറ്റിൽ ഇറങ്ങി സ്കൂബ വിഭാഗം പരിശോധന നടത്തുന്നു. അതിന്റെ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നു. ഇവിടെ ഒരു പരിശോധന നടത്തുന്നു. അതിന്റെ ഒരു സാധ്യത അതെങ്ങനെയാണ്? സുഹൈൽ, ഇതുവരെ ഏതാണ്ട് 70 മീറ്റർ 150 മീറ്റർ നീളമുള്ള ടണലിൻ്റെ 70 മീറ്റർ ഭാഗത്തേക്ക് ഇതിനോടകം തന്നെ സ്ക്യൂബ സംഘം പരിശോധന നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പ്രദേശം അത് റെയിൽവേ സ്റ്റേഷൻ്റെ പിൻഭാഗമാണ്. പിൻഭാഗത്തെ ടണൽ എക്സിറ്റ് ആണ്. അവിടെ കഴിഞ്ഞ ദിവസം കുറച്ച് അകത്തോട്ട് മാത്രം സ്ക്യൂബ സംഘം ഒരു പരിശോധന നടത്തിയിരുന്നു. പക്ഷേ അന്ന് കാര്യമായി, അതായത് ഇങ്ങോട്ടേക്ക് ജോയി എത്താൻ വഴിയില്ല, ഇങ്ങോട്ടേക്ക് ഒഴുകി എത്താൻ വഴിയില്ല എന്നൊരു വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇവിടെ പരിശോധന അവസാനിപ്പിച്ചത്. ഇപ്പോൾ ഇതിൻ്റെ നടുക്ക്, അതായത് ഏതാണ്ട് 70 മീറ്റർ എൻട്രിയിൽ നിന്ന് 70 മീറ്റർ ഇങ്ങോട്ടേക്ക് പരിശോധന നടത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് കൂടി പരിശോധന നടത്താനുള്ള സ്ക്യൂബ സംഘത്തിൻ്റെ നീക്കം. ഇപ്പോൾ നിങ്ങൾ വിദഗ്ധർ ആ ടണലിൻ്റെ എക്സിറ്റിൻ്റെ ആ ഭാഗത്തുകൂടി അകത്തേക്ക് കയറാനുള്ള ശ്രമമാണ് നടത്തുന്നത്. അപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. അതായത് ഇതുവരെയും ജോയിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. 70 മീറ്റർ പൂർത്തീകരിച്ചിട്ടും അവിടെയെങ്കിലും ജോയി ഇല്ല എന്നുള്ളതാണ് സ്ക്യൂബ സംഘത്തിൻ്റെ വിലയിരുത്തൽ. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് എക്സിറ്റിൽ നിന്ന് അങ്ങോട്ടേക്ക്, എതിർവശത്തേക്ക് പരിശോധന നടത്താനുള്ള നീക്കം ഇപ്പോൾ ഇവർ നടത്തുന്നത്. ഇവിടെയും സമാനമായ രീതിയിൽ കാര്യമായ അഴുക്കുണ്ട്, മാലിന്യങ്ങളുണ്ട്. മാത്രമല്ല മാലിന്യം കുന്നുകൂടി കിടക്കുകയാണ്. അങ്ങോട്ടേക്ക് പോകുന്തോറും ആഴം കൂടും. മാത്രമല്ല അങ്ങോട്ടേക്ക് കടക്കുക അത് ദുസ്സഹമാകും. കാരണം മാലിന്യം അവിടെയും ആ മുഖത്ത് നിന്ന് മാലിന്യം അവിടെയും നീക്കേണ്ടി വരുന്നൊരു സാഹചര്യം
ഉണ്ട് എന്നുള്ളതാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. പക്ഷേ അവിടെയും നമ്മൾ എൻട്രിയിൽ നടത്തിയതുപോലെ സമാനമായി സ്ക്യൂബ സംഘം അങ്ങോട്ടേക്ക് എത്തി മാലിന്യം തള്ളി നീക്കി മുൻപോട്ട് പോയൊരു തിരച്ചിൽ ഒരു പരിശോധന നടത്തുകയാണ് ഇപ്പോൾ ഫയർഫോഴ്സ് സംഘം ഉദ്ദേശിക്കുന്ന കാര്യം. അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളാണ് ഫയർഫോഴ്സ് സംഘം ഇപ്പോൾ നടത്തുകയും ചെയ്യുന്നത്. ഏതായാലും ആ രീതിയിലുള്ള പ്രവർത്തനം ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ ഏതാണ്ട് 27 മണിക്കൂർ പിന്നിടുന്നു. ജോയിക്കായുള്ള തിരച്ചിൽ ഫയർഫോഴ്സ് സംഘം തുടരുകയാണ്. നേവി അടക്കമുള്ള ആളുകൾ എത്തിച്ച് പരിശോധന നടത്താനുള്ളൊരു നീക്കം അത് നടത്തുമെന്ന് മന്ത്രി കെ രാജൻ ഉൾപ്പെടെയുള്ള ആളുകൾ അല്പസമയം മുൻപാണ് പറഞ്ഞത്. മാത്രവുമല്ല ഈ വെള്ളത്തിൻ്റെ അളവ് ഉയർത്തുന്നുണ്ട്. ഉയർത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും അവിടെ തട്ടി നിൽക്കുന്ന മാലിന്യം അടക്കമുള്ള കാര്യങ്ങൾ ഇങ്ങോട്ടേക്ക് വരാനുള്ള സാധ്യത അത് മുൻകൂട്ടി കാണുന്നുണ്ട്. അതിനുമപ്പുറത്തേക്ക് ഈ സ്ക്യൂബ സംഘത്തിനെ ഡൈവ് ചെയ്ത് അങ്ങോട്ടേക്ക് പോകാൻ കഴിയും എന്നുള്ളതും ഏറ്റവും ഗുണകരമായൊരു കാര്യം. ഈ രണ്ട് കാര്യങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകാനുള്ളൊരു നീക്കം ഇപ്പോൾ സ്ക്യൂബ സംഘം നടത്തുന്നത്. ഏതായാലും ഊർജിതമായിട്ടുള്ള തിരച്ചിൽ ജോയിക്കായി ഫയർഫോഴ്സ് സംഘം നടത്തുന്നു. 27 മണിക്കൂറിലേക്ക് അടുക്കുന്നു. അപ്പോഴും ഏതെങ്കിലും തരത്തിലൊരു പോസിറ്റീവായ സാധനം ജോയിക്ക് എന്ത് സംഭവിച്ചു എന്നൊരു പോസിറ്റീവായ വശം നമുക്ക് ഒരു ലഭ്യമായിട്ടില്ല എന്നുള്ളത് ദുഃഖകരമായ നിർഭാഗ്യകരമായ ഒരു കാര്യമാണ്. അപ്പോഴും ഫയർഫോഴ്സിൻ്റെ പരിശോധന അടക്കമുള്ള കാര്യങ്ങൾ തിരച്ചിലടക്കമുള്ള കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും യന്ത്രസാമഗ്രികൾ, ഓക്സിജൻ സിലിണ്ടർ, അതേപോലെ തന്നെ മാസ്കുകൾ, റോപ്പുകൾ ഇത് ഉപയോഗിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് പോവുകയാണ്. സ്വാഭാവികമായും 2 സ്ക്യൂബ ഡൈവേഴ്സ് ആയിരിക്കും ഡൈവ് ചെയ്ത് പോവുക. അവരെ നിയന്ത്രിക്കാൻ വടം കെട്ടി ഈ ഫയർഫോഴ്സിലെ മറ്റ് സ്ക്യൂബ സംഘത്തിലെ മറ്റാളുകളുണ്ടാകും. അവരായിരിക്കും അവിടെ അവരുടെ സ്പീക്കിംഗ് കൺട്രോൾ കേൾക്കാൻ വേണ്ടി അല്ലെങ്കിൽ സ്പീക്കിംഗ് എയ്ഡ് കേൾക്കാൻ വേണ്ടിയിട്ട് സ്വാഭാവികമായും ഒരു ഉന്നത ഉദ്യോഗസ്ഥരുണ്ടാകും. തിരച്ചിൽ നടത്തി ഏതാണ്ട് 15 മീറ്ററോളം അകത്തേക്ക് പോകാൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഫയർഫോഴ്സ് സംഘമുള്ളത്. അങ്ങനെ 15 മീറ്റർ പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായും ഈ പുറത്തേക്ക് വരുന്ന നമ്മൾ ഈ ടണൽ ഇങ്ങോട്ടേക്ക് വരുന്ന വഴിക്ക് ചില ഇതുണ്ട്. അതായത് ചില വേലികൾ പോലെ ചില സാധനങ്ങളുണ്ട്. അവിടെ എവിടെയെങ്കിലും തട്ടി നിൽക്കാനുള്ള സാധ്യത അത് തള്ളിക്കളയുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇതുവഴി അതായത് എക്സിറ്റ് വഴി അങ്ങോട്ടേക്ക് മുന്നോട്ട് പോയി കാര്യം നോക്കുകയാണ് നിലവിൽ ഇപ്പോൾ ഫയർഫോഴ്സ് സംഘം ചെയ്യുന്ന കാര്യം. വളരെ ദുർഘടമായിട്ടുള്ള ഒരു സാഹസിക ഒരു രക്ഷാപ്രവർത്തനമാണ് കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി ഫയർഫോഴ്സ് നടത്തുന്നത്, സ്ക്യൂബ സംഘം നടത്തുന്നത്. ഇപ്പോൾ NDRF സംഘവും അവരെ അസിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഏതായാലും വലിയ രീതിയിലുള്ളൊരു രക്ഷാപ്രവർത്തനം അത് തിരുവനന്തപുരം ആമയിഴഞ്ചാൻ തോട്ടിൽ നടക്കുകയാണ്. കഴിഞ്ഞ 26 മണിക്കൂറിലധികം സമയമെടുത്തുകൊണ്ട് ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. അതായത് അവിടെ നിന്ന് അതിൻ്റെ മുകൾ ഭാഗത്ത് നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ആളുകളെ മാറ്റുന്നുണ്ട്. കാരണം ഏതെങ്കിലും തരത്തിലൊരു അപകടം അത് ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ തരത്തിലുള്ള പ്രിക്കോഷനും അത് ഫയർഫോഴ്സ് സ്വീകരിക്കുന്നുണ്ട്. ഫയർഫോഴ്സിനെ സംബന്ധിച്ച് അല്പസമയം മുൻപാണ് ഏതാണ്ട് 10 മിനിറ്റ് മാത്രം സമയമെടുത്ത് ഭക്ഷണം കഴിക്കാൻ പോയി. ആ സമയത്ത് മാത്രം 10 മിനിറ്റ് മാത്രം അവരെ രക്ഷാപ്രവർത്തനം ഒന്ന് ബ്രേക്ക് ചെയ്തു. അതിനുശേഷം വീണ്ടും സമാനമായ രീതിയിൽ മുൻപ് നമ്മൾ കണ്ടിട്ടുള്ളതുപോലെ തന്നെ അവർ ഈ മാലിന്യ ചാലിലേക്ക്, അഴുക്ക് ചാലിലേക്ക്, മാലിന്യ കൂമ്പാരത്തിലേക്ക് കടന്നുകൊണ്ടുള്ള പരിശോധനയിലേക്ക് ഫയർഫോഴ്സ് സംഘം കടക്കുന്നു. സുഹൈൽ, നമ്മൾ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കഴിഞ്ഞ സമയത്തൊന്നും അടുത്തൊന്നും നമ്മൾ ഇങ്ങനെ ഒരു രക്ഷാപ്രവർത്തനം കണ്ടിട്ടില്ല. ഇത്രയധികം സമയം നീണ്ടു നിൽക്കുന്ന, അതിനുമപ്പുറത്തേക്ക് ഇത്രയധികം എഫേർട്ട് എടുത്തുകൊണ്ട് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ നടത്തുന്ന ഒരു രക്ഷാപ്രവർത്തനം നമ്മൾ കണ്ടിട്ടില്ല. അത് തിരുവനന്തപുരത്ത് നമ്മൾ കാണുന്നുണ്ട്. ഇതൊരു സാധാരണ ആറോ തോടോ പുഴയോ ഒന്നുമല്ല, മറിച്ച് മാലിന്യ കൂമ്പാരമാണ്. മാലിന്യം ചെളികെട്ടി നിൽക്കുന്ന സ്ഥലമാണ്. അവിടെ അടക്കമാണ് ഇപ്പോൾ ഈ ഉദ്യോഗസ്ഥർ ഈ ദുർഗന്ധങ്ങളെയും അതേപോലെ തന്നെ അവർക്കുണ്ടാകുന്ന മറ്റു കാര്യങ്ങളെയും ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് ഫയർഫോഴ്സിലെ സ്ക്യൂബ സംഘം ഈ മണിക്കൂറുകളായി രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ ഈ തിരച്ചിൽ നടത്തുന്നത്. എത്രയും വേഗം ജോയിയുടെ അടുത്തേക്ക് എത്തുക, ജോയിക്ക് എന്ത് സംഭവിച്ചു എന്ന് കണ്ടെത്തുക എന്നുള്ളത് മാത്രമാണ്. നമ്മൾ മുൻപും സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു സർവൈവൽ സാഹചര്യം ഇനി അതിനകത്തില്ല സുഹൈൽ. കാരണം കുറേ സമയമാകുന്നു. അതായത് 26 മണിക്കൂർ പിന്നിടുന്നു. അതിനുമപ്പുറത്തേക്ക് ഈ അടിയൊഴുക്കുണ്ടായിരുന്നു. ഇന്നലെ രാവിലെ 10 മണിയോടുകൂടി ജോയി വെള്ളത്തിലേക്ക് അകപ്പെടുമ്പോൾ അടിയൊഴുക്കുണ്ടായിരുന്നു. ആ അടിയൊഴുക്കിൽ ഈ മാലിന്യം നിറഞ്ഞ പ്രതലത്തിന് താഴെയായിരിക്കാം ജോയി പോയിട്ടുണ്ടാവുക. അവിടെ പിടിച്ചു നിൽക്കുക, അല്ല അവിടെ ജീവനോടെ നിൽക്കുക, സർവൈവ് ചെയ്യുക, അതൊരു കഠിനമായ പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഏതെങ്കിലും തരത്തിൽ ഈ തിരച്ചിൽ ഒരു പോസിറ്റീവ് എന്തുണ്ടായാലും ദുഃഖമായിരിക്കും അതിനകത്തെ ഫലം. അറ്റ്മോസ്ഫിയറിൻ്റെ അവസാനം നമ്മൾ ദുഃഖകരമായൊരു വാർത്തയായിരിക്കും റിപ്പോർട്ട് ചെയ്യുക എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇത്രയധികം സമയം പിന്നിടുന്നു, നിർഭാഗ്യകരമായ കാര്യമാണ്. ഷഫീദ് പറഞ്ഞതുപോലെ നിർഭാഗ്യകരമായ വാർത്തയായിരിക്കാം, പക്ഷെ ഒരു മനുഷ്യ ശരീരം അത് കണ്ടെത്തുക എന്നുള്ളത് അത്യന്തം പ്രധാനപ്പെട്ടൊരു സംഭവം തന്നെയാണ്. നമ്മൾ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിർഭാഗ്യം, അതോടൊപ്പം അത്യാധുനിക ടെക്നോളജിയുടെ അഭാവം, അതിനപ്പുറത്തേക്ക് കുറ്റമറ്റ രീതിയിൽ ഉള്ള സംവിധാനങ്ങൾ വെച്ച് അതിൻ്റെ പരമാവധിയിൽ NDRF ആണെങ്കിലും ഫയർഫോഴ്സ് ആണെങ്കിലും പരിശോധന നടത്തുന്നു. ആ കാര്യത്തിൽ അവരെ സമ്മതിച്ചേ മതിയാകൂ. ഷഫീദ്, ഒരു വ്യക്തതയ്ക്ക് ചോദിക്കുകയാണ്, ഏകദേശം പ്ലാറ്റ്ഫോം നമ്പർ 1-ന് ഈ ജോയ് വീണിരിക്കുന്നത്. അവിടെ നിന്ന് ഒരു പ്ലാറ്റ്ഫോം 5 വരെയുള്ള ദൂരം എന്ന് പറഞ്ഞ ഷഫീദ് 150 മീറ്റർ ആണെന്ന് പറയുന്നു. ഈ 150 മീറ്ററിൽ എൻട്രൻസിൽ നിന്നും ഇപ്പോൾ എക്സിറ്റിൽ നിന്നും ഒരേ സമയം സ്കൂബ ഡൈവിംഗ് ടീം മുന്നോട്ട് നീങ്ങി പരിശോധന നടത്തുന്നു മനസ്സിലാക്കുന്നു. ഈ മുന്നിൽ നിന്നും ഈ എൻട്രൻസിൽ നിന്നും എക്സിറ്റിൽ നിന്നുമായാണ് ഇപ്പോൾ 60 മീറ്റർ ദൂരം താണ്ടിയിരിക്കുന്നത്. ഇടയിലെ മാൻഹോളുകൾ വഴിയുള്ള ഒരു പരിശോധന ഇപ്പോഴും തുടരുന്നുണ്ടോ?
സുഹേല, ഈ ജോയി വീണ ആമയിഴഞ്ചാൻ തോടിൻ്റെ റെയിൽവേ ഭൂമിയിൽ വരുന്ന ആ പറയുന്ന സ്ഥലം, ആ ടണലിൽ നിന്ന് ആ ടണൽ നീളം, ആ ടണലിൻ്റെ മുഴുവൻ നീളം, അതായത് പിൻഭാഗത്തെ റെയിൽവേ സ്റ്റേഷൻ വരെയുള്ള നീളം 150 മീറ്ററാണ്. അതിൽ ഈ ടണലിൻ്റെ വാമുഖം വഴി അവർക്ക് ആദ്യം കടക്കാനായത് ഇന്നലെ വൈകിട്ട് ഏതാണ്ട് 5:30 സ്ക്യൂബ സംഘത്തിന് കടക്കാൻ കഴിഞ്ഞത് 40 മീറ്റർ ആയിരുന്നു. ആ 40 മീറ്ററിനപ്പുറത്തേക്ക് കടക്കാൻ കഴിഞ്ഞില്ല. കാരണം മാലിന്യം കെട്ടിക്കിടക്കുന്ന, ചെളികൾ കെട്ടിനീങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. അതിനുശേഷം ആ വഴി കടക്കാൻ കഴിയില്ല എന്ന് സ്ക്യൂബ സംഘം തിരിച്ചറിയുന്നു. പിന്നാലെയാണ് ഈ റെയിൽവേ പ്ലാറ്റ്ഫോമിൻ്റെ 3ാമത്തെ പ്ലാറ്റ്ഫോമിന് സമീപത്തുള്ള മാൻഹോൾ പൊളിച്ച് ഇന്ന് രാവിലെ 8:30 അവിടേക്ക് സ്ക്യൂബ സംഘം ഇറങ്ങുന്നത്. 3 സ്ക്യൂബ സംഘത്തിൽപ്പെട്ട 3 അംഗങ്ങളായിരുന്നു ഇറങ്ങിയത്. അവരവിടെ ഇറങ്ങിയ ശേഷം നമ്മൾ ഈ പറഞ്ഞ ടണലിൻ്റെ വാമുഖത്തേക്ക്, ആ ഡയറക്ഷനിലേക്ക് ഏതാണ്ട് 30 മീറ്ററോളം അവർ ഡൈവ് ചെയ്തു. അങ്ങോട്ടേക്ക് പോയി, ഇതെല്ലാം വകഞ്ഞു മാറ്റിക്കൊണ്ട് അങ്ങോട്ടേക്ക് പോയി. അങ്ങനെ മൊത്തം 40, അതായത് ഇന്നലെ വൈകിട്ട് സ്ക്യൂബ സംഘം എൻട്രി ഭാഗത്ത് നിന്ന് സഞ്ചരിച്ച 40 മീറ്ററും മാൻഹോളിലിറങ്ങി അവിടേക്ക് സഞ്ചരിച്ച 30 മീറ്ററും കൂട്ടി 70 മീറ്റർ ആകെ മൊത്തം ഫയർഫോഴ്സ് സ്ക്യൂബ സംഘം ഇതിനോടകം തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ തിരച്ചിൽ നടത്തിയിട്ടുണ്ട്. അവിടെ എങ്ങും ജോയി ഇല്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. മാത്രവുമല്ല, അതിനുമപ്പുറത്തേക്ക് ജെൻ റോബോട്ടിക്സിൻ്റെ ആ റോബോട്ടിക് സാങ്കേതിക വിദ്യയിൽ ഒരു മനുഷ്യ ശരീരം കണ്ടെത്തിയിരുന്നു. ആ മനുഷ്യ ശരീരം കണ്ടെത്തിയ ഭാഗത്തേക്ക്, അതായത് വീണ്ടും സ്ക്യൂബ ഡൈവ് ചെയ്തു, അല്ലെങ്കിൽ അവർ ഡൈവിംഗ് നടത്തി. പക്ഷേ അവിടെ ആ മനുഷ്യ ശരീരമല്ല എന്നവർ ഉറപ്പിക്കുന്നുണ്ട്. അതിൽ ഈ റോബോട്ടിക്സ് വിദഗ്ധർ പറയുന്നത് അതായിരിക്കാം ഒരു പക്ഷേ ഇവരിങ്ങനെ നീന്തി പോകുന്ന സമയത്ത് ആ മനുഷ്യ ശരീരം പിന്നെയും ഇങ്ങോട്ടേക്ക് വന്നതാകാം എന്നുള്ളതായിരുന്നു അവരുടെ ഇതുമായി ബന്ധപ്പെട്ട ഒരു വിലയിരുത്തൽ. ഏതായാലും 70 മീറ്റർ കംപ്ലീറ്റ് ചെയ്തത് ആ രീതിയിലാണ്. അതിനുശേഷം ഇങ്ങോട്ടേക്ക് ബാക്കിയുള്ള മീറ്ററിൽ അവർക്ക് മറ്റ് മാൻഹോളിലേക്ക് ഇറങ്ങാൻ വലിയ തരത്തിലുള്ള പ്രതിസന്ധികൾ, അതായത് പ്ലാറ്റ്ഫോം നമ്പർ 4 ശേഷമുള്ള മാൻഹോളിലേക്ക് ഇറങ്ങാൻ പ്രതിസന്ധികൾ പലതുണ്ട്. മാത്രവുമല്ല, അതൊരു വലിയ മാൻഹോളൊന്നുമല്ല. അതുകൊണ്ട് തന്നെയാണ് പിൻഭാഗത്തേക്ക് എത്തി ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഡൈവ് ചെയ്യാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് കടന്നിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും, ഡൈവ് ചെയ്യാനുള്ള 2 സ്ക്യൂബ ടീം അംഗങ്ങൾ അവർ തയ്യാറായിട്ടുണ്ട്. ഓക്സിജൻ മാസ്ക് പ്ലേസ് ചെയ്തിട്ടുണ്ട്, മറ്റ് എക്യുപ്ഡ് ആയിട്ടുണ്ട്. അതിനുശേഷം ആ 2 പേരായിരിക്കും അകത്തേക്ക് കടക്കുക. അതിനിപ്പുറത്തേക്ക് നമുക്ക് ആ ഹെഡ്സെറ്റ് ധരിച്ചിരിക്കുന്ന ആളായിരിക്കും ഇവരുടെ കമ്മ്യൂണിക്കേഷൻ, അത് ഇവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, ഇവരുടെ ദിശയടക്കമുള്ള കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അവിടെ എന്തെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അതടക്കം ഇങ്ങോട്ടേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും, അവർക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും ആ ഹെഡ്സെറ്റ് ധരിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും, ആ ഹെഡ്സെറ്റ് ധരിച്ചിരിക്കുന്ന അദ്ദേഹമായിരിക്കും. എന്തായാലും 2 ടീം അംഗങ്ങൾ, ജിനു ആ ക്യാമറയിൽ ദൃശ്യങ്ങൾ കൂടുതൽ നമുക്ക് കാണിച്ചു തരും. അതായത് അങ്ങോട്ടേക്ക് ഡൈവ് ചെയ്യാനുള്ള ഈ സാഹസികമായി ഈ ഉദ്യമം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഡൈവ് ചെയ്യുന്നത്, ഈ സ്ക്യൂബ സംഘത്തിലെ പലരും മാറി മാറിയാണ് ഡൈവ് ചെയ്യുന്നത്. കാരണം ഒരാൾക്ക് ഈ മാലിന്യത്തിനിടയിൽ, ഈ വെള്ളക്കെട്ടിനിടയിൽ ഇത്ര രീതിയിൽ ഇങ്ങനെ ഡൈവ് ചെയ്ത് പോകാൻ കഴിയില്ല. അത്രയ്ക്കധികം വാർത്തയിലേക്ക് തന്നെ തിരികെ